ഗുഡ് മോർണിംഗ്. നമ്മളിനി ജനറലൈസ്ഡ് ലീനിയർ മോഡലാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലും അതുപോലെ തന്നെ ഈ ഒരു പോയിസൺ റിഗ്രഷൻ മോഡലും ഒക്കെ നമ്മുടെ ജനറലൈസ്ഡ് ലീനിയർ മോഡലിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം നമുക്ക് എന്താ ഈ ജനറലൈസ്ഡ് ലീനിയർ മോഡൽ നോക്കാം. All of the regression models that we have considered in the two previous sections of this chapter belong to a family of regression models called the generalized linear model GLM. The GLM is actually a unifying approach to regression and experimental design models, uniting the usual normal theory linear regression model and non-linear models such as logistic and Poisson regression. അത് നമ്മുടെ ഈ ജനറലൈസ്ഡ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിസ്റ്റിക് റിഗ്രഷൻ, പോയിസൺ റിഗ്രഷനും ഒക്കെ ഈ ഒരു ജനറലൈസ്ഡ് ലീനിയർ മോഡലിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീനിയർ റിഗ്രഷൻ മോഡലും അതുപോലെ തന്നെ ഈ നോൺ ലീനിയർ ആയിട്ടുള്ള റിഗ്രഷൻ മോഡലും കൂടെയുള്ള ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ജനറലൈസ്ഡ് ലീനിയർ മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കീ അസംഷൻ ഇൻ ദ GLM is that the response variable distribution is a member of the exponential family of distributions, which include, among others, the normal, binomial, Poisson, inverse normal, exponential and gamma distributions. ഈ ഒരു GLMൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന അസംഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫാമിലിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർമൽ, ബൈനോമിയൽ, പോയിസോൺ, ഇൻവേഴ്സ് നോർമൽ, എക്സ്പോണൻഷ്യൽ, ഗാമ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം നമ്മുടെ റെസ്പോൺസ് വേരിയബിളിനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ GLM മോഡൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Distribution that are the members of the exponential family have the general form f of yi, theta I, phi is equal to exponential of yi theta I minus b of theta I divided by a of phi plus h of yi, phi. അപ്പം ഈ ഒരു GLMൻ്റെ കാറ്റഗറി വരുന്ന മോഡലിൻ്റെ ജനറൽ ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് yi, തീറ്റ ഫൈ എന്ന് പറയുന്ന ഈ ഒരു ജനറൽ ഫോമാണ് നമ്മുടെ ജനറലൈസ്ഡ് ലീനിയർ മോഡലിൻ്റെ. വേർ ഫൈ ഇസ് എ സ്കെയിൽ പാരാമീറ്റർ ആൻഡ് തീറ്റ ഇസ് ദ നാച്ചുറൽ ലൊക്കേഷൻ പാരാമീറ്റർ. For members of the exponential family, mu is equal to expectation of y is equal to db of theta I divided by d of theta I. അപ്പം നമ്മുടെ ഈ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മ്യൂ എന്ന് പറയുന്ന മീൻ ആയിരിക്കുമല്ലോ. ആ മീനിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് db of theta I divided by d of theta I ആണ്. അതുപോലെ വേരിയൻസ് ഓഫ് y എന്ന് പറയുന്നത് d സ്ക്വയർ b of theta I divided by d theta I സ്ക്വയർ ഇൻറ്റു a of y ആണ്. അപ്പം ഈ ഒരു സെയിം ഇക്വേഷനെ നമുക്ക് ഇതിനകത്ത് മ്യൂ എന്ന് പറയുന്നത് എന്താ, ഡി ബി ഓഫ് തീറ്റ I ഡിവൈഡ് ബൈ ഡി ഓഫ് തീറ്റ I ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും, ഡി മ്യൂ ബൈ ഡി തീറ്റ I ഇൻറ്റു a of y എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് മ്യൂ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് y ഡിവൈഡ് ബൈ a of y ആണ്. അതിന് നമുക്ക് ഡി മ്യൂ ബൈ ഡി ഓഫ് തീറ്റ I എന്ന് പറഞ്ഞ് എഴുതാം. Where variance of mu denotes the dependence of the variance of the response on its mean. ഇവിടെ വേരിയൻസ് ഓഫ് മ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലുള്ള വേരിയൻസ് എത്രമാത്രം അതിൻ്റെ മീനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ ഡിസ്ട്രിബ്യൂഷൻസ് ദാറ്റ് ആർ എ മെമ്പർ ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഫാമിലി എക്സെപ്റ്റ് ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ദ ഇക്വേഷൻ 13.39 we have d theta I divided by d of mu is equal to 1 by variance of mu. ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ എല്ലാ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡി തീറ്റ I ഡിവൈഡ് ബൈ ഡി മ്യൂ, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 1 ബൈ വേരിയൻസ് ഓഫ് മ്യൂ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലിങ്ക് ഫംഗ്ഷൻസ് ആൻഡ് ലീനിയർ പ്രെഡിക്റ്റേഴ്സ് നോക്കാം. ദ ബേസിക് ഐഡിയ ഓഫ് എ GLM ഈസ് ടു ഡെവലപ്പ് എ ലീനിയർ മോഡൽ ഫോർ ആൻ അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഓഫ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ റെസ്പോൺസ് വേരിയബിൾ. അപ്പോൾ നമ്മൾ ഈ GLM ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന റെസ്പോൺസ് വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ മോഡലായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് GLM മോഡൽ നോക്കുന്നത്. ലെറ്റ് ഈറ്റ I be the linear predictor defined by eta I is equal to g of expectation of yi that is equal to g of mu I that is equal to xi dash into beta. നമ്മൾ ഈ ഒരു ലീനിയർ പ്രെഡിക്റ്ററിനെ ഈറ്റ I എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈറ്റ I എന്ന് പറയുന്നത് ജി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് y ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്താ, ജി ഓഫ് മ്യൂ I ആണ്. ജി ഓഫ് മ്യൂ I നമുക്ക് അറിയാം xi ഡാഷ് ഇൻറ്റു ബീറ്റ ആയിരിക്കും. നോട്ട് ദാറ്റ് ദ എക്സ്പെക്റ്റഡ് റെസ്പോൺസ് ഈസ് ജസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് yi is equal to
ജി ഇൻവേഴ്സ് ഓഫ് ഈറ്റ ഐ ദാറ്റ് ഈസ് ഇക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ. അപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചെഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജി ഇൻവേഴ്സ് ഓഫ് ഈറ്റ ഐ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഈറ്റ ഐ എന്താ എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ, സോ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഐ ഡാഷ് ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. വി കോൾ ദ ഫംഗ്ഷൻ ജി ദ ലിങ്ക് ഫംഗ്ഷൻ. അപ്പോൾ ജി എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ഫംഗ്ഷനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ലിങ്ക് ഫംഗ്ഷൻ എന്താണെന്ന്. റീകോൾ ദാറ്റ് വി ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് എ ലിങ്ക് ഫംഗ്ഷൻ ഇൻ അവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് പോയിസൺ റിഗ്രഷൻ ഇൻ സെക്ഷൻ 13. There are many possible choices of the link function, but if we choose eta is equal to theta I, we say that eta is the canonical link. അപ്പം ഈ ഒരു ലിങ്ക് ഫംഗ്ഷന് ഒരുപാട് ചോയ്സസ് വരാമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊരു ചോയ്സാണ് ഈറ്റ ഈസ് ഇക്വൽ ടു തീറ്റ ഐ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോയ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ലിങ്കിന് നമ്മൾ പറയുന്ന പേര് കാനോണിക്കൽ ലിങ്ക് എന്നാണ്. ടേബിൾ 13.6 shows canonical links for the most common choices of distribution employed with the GLM. അപ്പം GLMൻ്റെ കേസിലുള്ള കാനോണിക്കൽ ലിങ്ക് കാണിക്കുന്ന ഒരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലെ കാനോണിക്കൽ ലിങ്ക് എന്താ? ഐഡൻറ്റിറ്റി ലിങ്കാണ്, അതായത് ഈറ്റ ഈസ് ഇക്വൽ ടു മ്യൂ ഐ എന്നുള്ളതാണ്. ബൈനോമിയലിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ലോഗ് ഓഫ് പൈ ഐ ഡിവൈഡ് ബൈ 1 മൈനസ് പൈ ഐ എന്നുള്ളതാണ്. പോയിസോൻ്റെ കേസിൽ ഈറ്റ എന്ന് പറയുന്നത് ലോഗ് ഓഫ് പൈ, ലോഗ് ലിങ്കാണ് വരുന്നത്. എക്സ്പോണൻഷ്യലിൻ്റെ കേസിൽ ഈറ്റ ഈസ് ഇക്വൽ ടു 1 ബൈ പൈ ഐ റെസിപ്രോക്കൽ ലിങ്കാണ്. അതുപോലെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഈറ്റ ഈസ് ഇക്വൽ ടു 1 ബൈ പൈ ഐ റെസിപ്രോക്കൽ ലിങ്ക് തന്നെയായിരിക്കും. അപ്പം ഈ ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും കാനോണിക്കൽ ലിങ്കാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. There are other link functions that could be used with the GLM, including the probit link eta is equal to phi inverse of expectation of yi, where phi represent the cumulative standard normal distribution function. ഇപ്പം നമ്മൾ കാനോണിക്കൽ ലിങ്ക് കണ്ടു. അതുകൂടാതെ നമുക്ക് വേറെ പല ലിങ്കുകളും യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഈ പ്രോബിറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. പ്രോബിറ്റ് ലിങ്കിൻ്റെ കേസിൽ ഈറ്റ ഐ എന്ന് പറയുന്നത് ഫൈ ഇൻവേഴ്സ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ആണ്. ഇവിടെ ഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷനാണ്. ഇനി അതുപോലെ തന്നെയുള്ള അടുത്ത ഒരു ലിങ്കാണ് ഇത് കോംപ്ലിമെൻ്ററി ലോഗ് ലിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ ആയിരിക്കും. പിന്നെയുള്ളത് പവർ ഫാമിലി ലിങ്ക്. പവർ ഫാമിലി ലിങ്കിൽ ഈറ്റ ഐ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഐ റേസ് ടു ലാംഡയാണ്, ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കുന്ന കേസിൽ. അതുപോലെ ലോഗ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ് ലാംഡ ഈക്വൽ ടു 0 ആയിരിക്കുന്ന കേസിൽ. A very fundamental idea is that there are two components to a GLM, the response distribution and the link function. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു GLM മോഡലിന് 2 കമ്പോണൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ, റെസ്പോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഒരു കമ്പോണൻറ്റ്. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. വി ക്യാൻ വ്യൂ ദ സെലക്ഷൻ ഓഫ് ദ ലിങ്ക് ഫംഗ്ഷൻ ടു എ മീൻ സിമിലർ ടു the choice of a transformation on the response. However, unlike a transformation, the link function takes advantage of the natural distribution of the response, just as noting using an appropriate transformation can result in problems with the fitted linear regression model. Improper choices of the link function can also result in significant problems with the GLM. ഈ ഒരു ജനറലൈസ്ഡ് ലീനിയർ മോഡലിൻ്റെ കേസിൽ നമ്മൾ ലിങ്ക് ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മൾ സാധാരണ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു കേസ് പോലെ സിമിലർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു GLMൻ്റെ കേസിൽ ലിങ്ക് ഫംഗ്ഷൻ നോക്കുന്നത്. നമ്മൾ തെറ്റായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നടത്തിയെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റഡ് ലീനിയർ മോഡലിൽ ശരിയായിട്ട് വരത്തില്ല. ആ ഒരു സിമിലർ കേസ് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ലിങ്ക് ഫംഗ്ഷൻ്റെ ചോയ്സസും കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ GLM മോഡലിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്യുർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് പാരാമീറ്റർ എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ് ഇൻ GLM നോക്കാം. The method of maximal likelihood is a theoretical basis for parameter estimation in the GLM. However, the actual implementation of the maximal likelihood result in an algorithm based on iteratively reweighted least squares, IRLS. This is exactly what we have saw previously for the special cases of logistic and Poisson regression. അപ്പോൾ നമ്മൾ പാരാമീറ്റർ എസ്റ്റിമേഷൻ GLMൻ്റെ കേസിൽ നടത്തുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് എങ്ങനെയാണോ നമ്മൾ ലോജിസ്റ്റിക്കിൻ്റെയും പോയിസോണിൻ്റെ കേസിൽ പാരാമീറ്റർ എസ്റ്റിമേഷൻ കണ്ടില്ലേ, അതുപോലെ തന്നെ നമ്മൾ GLMൻ്റെ കേസിലും കാണുന്നത്. കാരണം എന്താ, ഇത് ഒരു GLM മോഡലിൻ്റെ കീഴിൽ വരുന്ന ഈ ഒരു ലോജിസ്റ്റിക്കും പോയിസോണും ഒക്കെ തന്നെ. If beta cap is the final value of the regression coefficients that the IRLS algorithm produces, and if the model assumptions including the choice of the link function are correct, then we can show that asymptotically expectation of beta cap is equal to beta and variance of beta cap is equal to A of y into x dash v inverse x the whole inverse.
where V is the diagonal matrix formed from the variances of the estimated parameters in the linear predictor apart from A of I. അപ്പോൾ നമ്മൾ ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു ഐറ്ററേറ്റഡ് റീവെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ വഴി കിട്ടിയ ഫൈനൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ള ലിങ്ക് ഫംഗ്ഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് ബീറ്റ ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വേരിയൻസ് ഓഫ് ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് A of I ഇൻറ്റു എക്സ് ഡാഷ് V ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. ഇവിടെ വി എന്ന് പറയുന്നൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ A of I ഒഴിച്ചിട്ടുള്ള ബാക്കി നമ്മുടെ ബീറ്റ ക്യാപ്പിൻ്റെ അതായത് എസ്റ്റിമേറ്റഡ് പാരാമീറ്റേഴ്സിൻ്റെ വേരിയൻസസ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി നമുക്ക് GLMൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ടിപ്പിക്കലി when experimenters and data analysts use a transformation, they use ordinary least squares to actually fit the model in the transformed scale. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡേറ്റ അനലിസ്റ്റ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ വഴിയാണ് നമ്മുടെ മോഡൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. In a GLM, we recognize that the variance of the response is not constant and we use reweighted least squares as the basis of parameter estimation. ഈ ഒരു GLMൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു റെസ്പോൺസ് വേരിയബിൾ അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വേരിയൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് എന്താ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ് പാരാമീറ്റർ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. This suggests that a GLM should outperform standard analysis using transformation when a problem remains with a constant variance after taking the transformation. സാധാരണ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞ് കോൺസ്റ്റൻറ്റ് വേരിയൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ അനാലിസിസ് നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ GLM മോഡൽ വഴി നമ്മൾ നടത്തുമ്പോഴത്തേക്ക് കിട്ടുന്നത്. All of the inference we described previously on logistic regression carries over directly to the GLM. That is, a model deviance can be used to test the overall model fit, and difference in deviance between a full and reduced model can be used to test hypothesis about subset of the parameters in the model. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിലുള്ള ആ ഒരു ഇൻഫറൻസ് എല്ലാം തന്നെ GLM മോഡലിൻ്റെ ഇൻഫറൻസ് ആയിട്ട് സിമിലർ ആണ്. അതായത് നമ്മൾ നേരത്തെ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിൽ നടത്തിയ ഇൻഫറൻസസ് എല്ലാം തന്നെ GLM മോഡലിലെ കേസിലും സിമിലർ തന്നെയാണ്. അത് എന്ന് വെച്ചാൽ എന്താ നമ്മൾ മോഡൽ ഡീവിയൻസ് ആണ് ഓവറോൾ മോഡൽ ഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെഡ്യൂസ്ഡ് മോഡലിനെ ഫുൾ മോഡലിനെയും ഒരു ഡിഫറൻസ് ഓഫ് ഡീവിയൻസ് ആണ് നമ്മൾ സബ്സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ മോഡലിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Valid inference can be applied to test hypothesis and construct confidence intervals about individual model parameters. അതുപോലെ ഇൻഡിവിജ്വൽ മോഡൽ പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ വാലിഡ് ഇൻഫറൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസിനും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ GLMൻ്റെ കേസിലും ചെയ്യുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷനും പോയിസൺ റിഗ്രഷനും എല്ലാം ഈ ഒരു GLM മോഡലിൻ്റെ കാറ്റഗറി വരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്രേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്